ഈസി ആയിട്ട് മിക്സിയിൽ എങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കാം. പഞ്ചസാര നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 എഗ്ഗാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. 3 എഗ്ഗ് വേറൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതാണ് ബെറ്റർ. ഇനി വാനില എസൻസ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പതഞ്ഞ് വരുന്ന വരെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തത്. ഇനി സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇനിയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം, അതായത് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഫുള്ളായിട്ട് മാറ്റിയിട്ട് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് തയ്യാറാക്കേണ്ടത്. നമ്മൾ ബാറ്റർ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനായിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തത്. എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓറഞ്ചിൻ്റെ ജസ്റ്റ് എടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ചെടുത്താൽ മതി. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതിന്. അപ്പം ഓപ്ഷണലാണ്, എക്സ്ട്രാ ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മളുടെ മൈദ ആഡ് ചെയ്യാം. മൈദേൻ്റെ കൂടെ ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇത് രണ്ടും ആഡ് ചെയ്യാം. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് സാൾട്ടും കൂടെ ആഡ് ചെയ്യാം. നമ്മളുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഓവർ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് കട്ടിയായിട്ട് പോവും, സോഫ്റ്റ് ആവില്ല. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കേക്ക് ടീനൊന്ന് ബേക്ക് ചെയ്യാനുള്ള കേക്ക് ടീനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് 30 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നട്ട്സൊക്കെ ആഡ് ചെയ്യാം. നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ ടേസ്റ്റിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ബൈ.